ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വസുന്ധരാമയും ഐശ്വര്യയും ആനന്ദവർമ്മയുടെയും അരുണിന്റെയും അടുത്തെത്തുന്നു. അരുണും ആനന്ദവർമ്മയും എന്താ എന്നൊക്കെ ചോദിക്കുന്നു. ഐശ്വര്യ പറയുന്നുണ്ട്, ശ്യാമയും അഖിലുമാണ് ഇതിന്റെ പിന്നിൽ, അവർ കാരണമാണ് നമുക്ക് കരാർ നഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുന്നു. ശ്യാമയും അഖിലിനെയും കണ്ട കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഐശ്വര്യ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിയുമ്പോൾ അരുൺ ചോദിക്കുന്നുണ്ട്, ശ്യാമയും അഖിലും എന്തെങ്കിലും ചെയ്തെന്ന് തന്നെ ഇരുന്നോട്ടെ, പക്ഷെ ഇത്രയും കാലം അവർ നമ്മളുമായിട്ടല്ലായിരുന്നോ കോൺട്രാക്ട് ഒക്കെ ഉണ്ടായിരുന്നത്? പെട്ടെന്ന് അത് വേണ്ടാന്ന് വെച്ചതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു. നിങ്ങൾ ചോദിച്ചില്ലേ എന്നൊക്കെ അന്വേഷിക്കുകയാണ്. ആ സമയത്ത് വസുന്ധരാമ പറയുന്നുണ്ട്, നമ്മൾ കുറച്ച് പേയ്മെന്റ് കൊടുക്കാൻ പെൻഡിങ് ഉണ്ടായിരുന്നു, ആ കാരണമാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരുപാട് അവരെ നിർബന്ധിച്ചു, എന്നിട്ടും അവർ പുതിയ കരാറിനൊന്നും തയ്യാറായില്ലെന്നൊക്കെ പറയുന്നു. ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട്, ഇതിന്റെ എല്ലാം പിന്നിൽ ആ അഖിലും ശ്യാമിയുമാണ്. അവർ വിജയിച്ചതുപോലെയാണ് അമ്മയുടെ മുന്നിൽ നിന്നത്, അമ്മയെ തോൽപ്പിച്ചതുപോലെയാണ് നിന്നത്, അമ്മയ്ക്ക് ഒരുപാട് വിഷമമായെന്നൊക്കെ പറയുന്നു. വസുന്ധരാമ അപ്പോൾ പറയുന്നുണ്ട്, ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ആ ശ്യാമിയെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ കാണിക്കുന്നത് ജേഷ്ണിയാണ്. ജേഷ്ണിയോട് പോലീസുകാരൻ പറയുന്നു, ആനന്ദവർമ്മയുടെ കമ്പനിയിൽ ഒരു പുതിയ സ്റ്റാഫ് ഉണ്ട്, ജാസ്മിൻ എന്നാണ് പേര്. ആ പെൺകുട്ടിയാണെങ്കിൽ പർദ്ദ മാറ്റി ആരെയും മുഖം കാണിച്ചിട്ടില്ല. അവൾ പറഞ്ഞത് മുഖം പൊള്ളിയതാണെന്നാണ്. പക്ഷെ അവിടെ വേറൊരു സ്റ്റാഫ് ആണെങ്കിൽ അവൾ ബോധം കെട്ടപ്പോൾ മുഖം കണ്ടു, നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയാണ്. ജേഷ് അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കുമെന്നൊക്കെ. പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊരു സംശയം തോന്നി, നമ്മൾ അന്വേഷിക്കുന്ന അശ്വതി ആയിരിക്കുമോ എന്ന്. ജയേഷ് അപ്പോൾ പറയുന്നുണ്ട്, അത് സംശയമല്ല, അത് തന്നെയായിരിക്കും സത്യം, എന്തായാലും ഞാൻ ഉടനെ തന്നെ അത് അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ശ്യാമയും അഖിലും ആനന്ദവർമ്മയുടെ കമ്പനിയിലേക്ക് വരുന്നു. ഐശ്വര്യ അത് കണ്ടിട്ട് പറയുന്നുണ്ട്, ശ്യാമയും അഖിലും വന്നിരിക്കുന്നത് ന്യായീകരിക്കാൻ വേണ്ടിയാണ്, ഇവരെ വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നു. രണ്ടുപേരും ജയിച്ചെന്നുള്ള ഭാവമാണ്, ആ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയാണ് വരുന്നതെന്നൊക്കെ പറയാണ്. അഖിൽ വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വിളിച്ചതെന്നൊക്കെ. ആനന്ദവർമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പുതിയ കമ്പനിയൊക്കെ തുടങ്ങുന്നത് നല്ല കാര്യമാണ്, പക്ഷെ ഈ കമ്പനിക്ക് ദോഷം വരുന്നത് പോലെയൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നൊക്കെ. ഇവിടുത്തെ കമ്പനിയുടെ നാശത്തിനെല്ലാം കാരണം ഐശ്വര്യയാണ്. ഐശ്വര്യ 3 മാസത്തെ പൈസ പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ട്, ലക്ഷങ്ങൾ കൊടുക്കാനുണ്ടെന്നൊക്കെ പറയുന്നു. ഞങ്ങൾ പോലും അത് മനസ്സിലാക്കിയത് ഇവർ വന്നിട്ട് പോയതിനു ശേഷം മാത്രമാണെന്നൊക്കെ പറയുന്നു. പല പ്രാവശ്യവും പൈസയുടെ കാര്യം പറഞ്ഞ് കോൾ ചെയ്തതാണ്, അതിനൊന്നും ഒരു റെസ്പോണ്ടും ചെയ്തില്ല, അതുകൊണ്ടാണ് അവർ കരാർ ക്യാൻസൽ ചെയ്തതെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, ആ ഒരു കാരണം കൊണ്ടൊന്നുമല്ല, ഈ അഖിലും ശ്യാമയും തന്നെയാണ് കാരണമെന്നൊക്കെ പറയുന്നു. അരുൺ അപ്പോൾ ഐശ്വര്യ വഴക്ക് പറയുന്നുണ്ട്, നിന്റെ കയ്യിലാണ് തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട്. വസുന്ധരാമ അപ്പോൾ ഐശ്വര്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഐശ്വര്യ പറഞ്ഞതിലും കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണ് ചതിച്ചതെന്നൊക്കെ പറയുന്നു. ആനന്ദവർമ്മ അപ്പോൾ വസുന്ധരാമയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, തനിക്ക് ചിന്തിക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടോ, എല്ലാ കാര്യങ്ങളും ഐശ്വര്യയുടെ വാക്കുകൾ മാത്രമാണോ കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഐശ്വര്യ പറയുന്നുണ്ട്, എല്ലാവരെയും ഉദ്ദേശം ശ്യാമയെ കമ്പനിയുടെ തലപ്പത്തിരുത്താൻ വേണ്ടിയാണ്, അതിനാണ് എന്നെ കുറ്റം പറയുന്നതെന്നൊക്കെ സൂചിപ്പിക്കുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ അധികാരമൊന്നും വേണ്ട, എനിക്കാണെങ്കിൽ പാട്ടിന്റെ ലോകം മാത്രം മതി, അതിലാണെങ്കിൽ കുറച്ച് പച്ച പിടിച്ചും വരുന്നുണ്ട്, എന്റെ ആഗ്രഹം അത് മാത്രമാണെന്നൊക്കെ പറയുന്നു. വസന്തരാമ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിളിച്ചത് നീ ആണെങ്കിൽ പുതിയ കമ്പനിയൊന്നും തുടങ്ങണ്ട, ഈ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ മതിയെന്ന് പറയുന്നു. അഖിലപ്പോൾ പറയുന്നുണ്ട്, അത് നടക്കത്തില്ല, ഞാൻ കമ്പനി തുടങ്ങാൻ തന്നെയാണ് പ്ലാൻ, അത് മാത്രമല്ല ഈ കമ്പനിയുമായിട്ട് ഉറപ്പായിട്ടും മത്സരിക്കുമെന്നും പറയുന്നു. വസുന്ധരാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നീ മത്സരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഞാനും മത്സരിക്കും, നിന്റെ കമ്പനി ഞാൻ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നു. അഖിലും ശ്യാമയും അവിടെ നിന്നും പോകുന്നു. പിന്നെ കാണിക്കുന്നത് ജയേഷിനെയാണ്. ജയേഷ് ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു. അവിടുത്തെ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അശ്വതിയുടെ ഫോട്ടോ കാണിച്ചിട്ട്, ഈ പെൺകുട്ടിയെ അറിയുമോ, അവൾ ഇവിടെ താമസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. സെക്യൂരിറ്റിക്ക് ഫോട്ടോ കാണുമ്പോഴേ ആളെ പിടികിട്ടുന്നുണ്ട്. അരുണാണെങ്കിൽ അശ്വതിയുടെ അടുത്ത് നിന്നും പോയ കാര്യമൊക്കെ ഓർക്കുന്നു. സെക്യൂരിറ്റി പക്ഷെ കള്ളം പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അശ്വതി പർദ്ദ വേഷത്തിൽ വരുന്നുണ്ടായിരുന്നു. അശ്വതി ജയേഷിനെ കാണുമ്പോൾ മറഞ്ഞു നിൽക്കുന്നു. ജയേഷ് പോയതിനു ശേഷം അശ്വതി വീട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് സെക്യൂരിറ്റി വിചാരിക്കുന്നുണ്ട്, ഇവളെ തപ്പി പോലീസ് വരുന്നുണ്ടെങ്കിൽ ഇവള് ശരിയല്ലല്ലോ എന്നൊക്കെ. എന്തായാലും ഇവൾ നമ്മളുടെ അടുത്ത് തന്നെയല്ലേ ഉള്ളത്, നോക്കാമെന്നൊക്കെ കരുതുന്നു. പിന്നെ കാണിക്കുന്നത് അശ്വതിയും ശ്യാമയുമാണ്. അശ്വതി ശ്യാമയോട് പറയുന്നുണ്ട്, നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അതുകൊണ്ട് അരുൺ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം, എനിക്ക് ശ്യാമ കൂടെ കൂട്ടുവരണമെന്ന് പറയുന്നു. എന്ത് ഗിഫ്റ്റാണ് വാങ്ങേണ്ടതെന്ന് ഒരു ഐഡിയയും ഇല്ലെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ശ്യാമ വരാമെന്ന് സമ്മതിക്കുന്നു.
ഡ്രസ്സ് എടുക്കാൻ വേണ്ടി രണ്ടുപേരും കടയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി രണ്ട് ചെറുപ്പക്കാർ ശ്യാമയുടെ ഫോട്ടോ നോക്കിയിട്ട് ഇതാ പെണ്ണല്ലേ എന്നൊക്കെ പറയുന്നു. ചെറുപ്പക്കാരിൽ ഒരാൾ ഐശ്വര്യയെ ഫോൺ ചെയ്യുന്നു. ഐശ്വര്യയെ ഫോൺ ചെയ്തിട്ട് പറയുന്നു ഞാൻ ശ്യാമയെ കണ്ടെന്നൊക്കെ. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് അവളെ നാണം കെടുത്തണം, എല്ലാവരും മുന്നിൽ നാണം കെടുത്തണം, അതിനുശേഷം എനിക്ക് വീഡിയോ എടുത്തു തരണം, അത് വൈറലാക്കാനാണ് എന്റെ പ്ലാൻ എന്നൊക്കെ പറയുന്നു. ആ ചെറുപ്പക്കാരൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ശ്യാമിയും അശ്വതിയും അരുണിനുള്ള ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഐശ്വര്യയുടെ ആൾക്കാർ അവിടേക്ക് വരുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്